5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മധുരയിൽ, ഭാരതത്തിലെ തമിഴ്നാടിലെ മധുരയിൽ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുകയാണ്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ സമ്മേളനത്തിലാണ്. പുതിയ പോളിറ്റ് ബ്യൂറോ കൊണ്ടുവരും, പുതിയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമായിരുന്ന നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമുണ്ടായിരുന്ന AKGക്ക് പോലും ധാരാളം സമയം കൊടുക്കുകയും AKGയുടെ അഭിപ്രായമൊക്കെ എടുക്കുകയും ചെയ്തിരുന്ന ഭാരതത്തിലെ വലിയ പ്രസ്ഥാനമായിരുന്ന CPM ഇന്ന് മാറി 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 ഒരു കടലോര പാർട്ടിയായി അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തെ പാർട്ടിയായി മാറിയിട്ടുണ്ട്. അത് തന്നെ ഒരു മുന്നണി സംവിധാനത്തിലാണ്, അല്ലാതെ ഒറ്റയ്ക്ക് ഭരണമൊന്നുമില്ല. ഒരു മുന്നണി സംവിധാനത്തിൽ 8-10 പാർട്ടികളുടെ മുന്നണി സംവിധാനം. അത് തന്നെ പരസ്പര വിരുദ്ധമായ പാർട്ടികളാണ്. മുസ്ലിം ലീഗിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, കേരള കോൺഗ്രസിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പരസ്പര വിരുദ്ധമായ ആശയധാരകളുള്ള വ്യത്യസ്ത പാർട്ടികളുടെ ഒരു കൂട്ടായ്മയിൽ മാത്രം നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. തമിഴ്നാട്ടിൽ വലിയ ശക്തിയായിരുന്നു, ബീഹാറിൽ ശക്തിയായിരുന്നു, ആന്ധ്രയിൽ നല്ല ശക്തിയായിരുന്നു, മഹാരാഷ്ട്രയിലായിരുന്നു, ഒരുപാട് സ്റ്റേറ്റുകളിൽ വലിയ ശക്തിയായിരുന്നു. പശ്ചിമ ബംഗാൾ 40 വർഷം തുടർച്ചയായി ഭരിക്കാൻ പറ്റി. ത്രിപുരയിൽ ഭരണമുണ്ടായിരുന്നു. ഇതെല്ലാം പിന്നെ വടക്കൻ സംസ്ഥാനങ്ങൾ, ധാരാളം സംസ്ഥാനങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വലിയൊരു പ്രസ്ഥാനമായിരുന്നു. സോഷ്യലിസവും മതേതരത്വവും ജനാധിപത്യവും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ കാലദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മാറാം, അടവും നയവും തന്ത്രവും ഒക്കെ സ്വീകരിക്കാം എന്നൊരു കാഴ്ചപ്പാട് കൂടി EMSന്റെ കാലം മുതലേ ഉണ്ട്. അടവും നയവും തന്ത്രവും ഒക്കെ സ്വീകരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു ഐഡിയോളജിക്കൽ പാർട്ടി എന്നുള്ള നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആളുകൾ കാണുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആയാലും CPM ആയാലും ബാക്കി ഇടതുപക്ഷ പാർട്ടികളായാലും RSP ആയാലും എല്ലാ പാർട്ടികളെയും ആളുകൾ കാണുന്നത് ഒരു ഐഡിയോളജിക്കൽ പാർട്ടി, ഒരു ആശയപരമായ ആദർശപരമായ പാർട്ടി എന്നുള്ള കൺസെപ്റ്റുകൾ. എന്ന് പറഞ്ഞാൽ മാർക്സിസം ലെനിനിസം നടപ്പിലാക്കുന്നതിന് വേണ്ടി, സോഷ്യലിസം നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിലൂടെ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്ന വളരെ കൃത്യമായ ആശയധാരയുള്ള ഒരു പാർട്ടി ഒരു പാർട്ടി എന്നല്ല, പാർട്ടികൾ എന്നുള്ള നിലയിലാണ് ഇവരെയെല്ലാം ജനം വിലയിരുത്തുന്നത്. പക്ഷേ ആശയപരമായ കാര്യങ്ങൾ പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും കാറൽ മാർക്സിന്റെ മൂലധനവും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ വൈരുദ്ധാത്മിക ഭൗതികവാദവും മെറ്റീരിയൽ ഡയലറ്റിക്സും ഒക്കെ പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും ലോകത്ത് ഇത് പരീക്ഷിച്ച സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഭരണത്തിൽ വന്ന സ്ഥലങ്ങളിൽ ഒക്കെ പരാജയമായിരുന്നു. സോവിയറ്റ് റഷ്യ ഇല്ലാതായി. ഇപ്പൊ ചൈന മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട്. മുതലാളിത്തത്തിന്റെ എല്ലാ പർദീസയായാണ് ചൈന പോകുന്നത്. അതുകൊണ്ട് അവിടെ സോഷ്യലിസം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തത്വത്തിൽ കൊടിയും അടയാളവും ഒക്കെ ഉള്ള ഒരു പാർട്ടി ഉണ്ടെന്നേ ഉള്ളത്, അല്ലാതെ ചൈന ഇത് നയത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഐഡിയോളജിക്കൽ പാർട്ടി എന്നുള്ള നില വിട്ട് ഒരു വെൽഫെയർ പാർട്ടി എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറി. ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന, ആളുകൾക്ക് ക്ഷേമം കൊടുക്കുന്ന, ഒരു കുറേ വെൽഫെയർ മെഷേഴ്സ് മാത്രം ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഇത് മാറി. അവിടെ നിന്ന് വീണ്ടും ഇത് വളർന്നൊരു ഡെവലപ്മെന്റൽ പാർട്ടി. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള സംഘടനകൾ കൂടി CPM-ലൊക്കെ പിടിമുറക്കിയപ്പോൾ ഡോക്ടർ MB പരമേശ്വരൻ, ഡോക്ടർ തോമസ് ഐസക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള CP നാരായണൻ തുടങ്ങിയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെയും തലതൊട്ടപ്പന്മാർ CPM-ൽ ആശയപരമായി കൈവയ്ക്കാൻ, പ്രത്യേകിച്ച് EMSന്റെ കാലം കൂടെ കഴിയുമ്പോൾ അതിന് ആശയപരമായി നന്നായി അവർക്ക് കൈവയ്ക്കാൻ കഴിഞ്ഞു. EMSന്റെ കാലത്ത് തുടങ്ങി ജനകീയാസൂത്രണമൊക്കെ, പക്ഷെ അതിൻ്റെ പൂർത്തിഭാവം പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ വികസനമാണ് വേണ്ടത്. കൃത്യമായ പഞ്ചായത്തിലൊന്നും പ്രതിപക്ഷം വേണ്ട, ഭരണപക്ഷം വേണ്ട, രാഷ്ട്രീയം വേണ്ട. പഞ്ചായത്ത് രാജിലൊക്കെ പറയുന്ന വികസന സമിതിയേ ഉള്ളൂ, അവിടെ പ്രതിപക്ഷമില്ല എന്നൊക്കെ ഉള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ രാഷ്ട്രീയം തന്നെ വേണ്ട എന്നുള്ള നിലയിലേക്ക് അത് ആ വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു തലത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ അതിനകത്ത് കുറേ കുഴപ്പങ്ങളോട് ഒരു അരാജകത്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ക്യാമ്പസുകളിലൊക്കെ സംഭവിച്ചത് തന്നെയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ വന്ന് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് മാറി ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിലേക്ക് പോയി. അവിടെ നിന്ന് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് പൊളിറ്റിക്സിലേക്ക് മാറുന്നത് എങ്ങനെ എന്ന് ഗൗരവമായി ആലോചിക്കുന്നു. പുതിയ സെസ് ഏർപ്പെടുത്തുന്ന കാര്യങ്ങളാകട്ടെ, വൻകിട പദ്ധതികൾ വരുന്ന ആ കാര്യങ്ങളാകട്ടെ, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ നാളിതുവരെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളെയും, അത് കമ്പ്യൂട്ടറൈസേഷൻ, മോഡേണൈസേഷൻ, മെക്കനൈസേഷൻ, പ്രൊഫഷണലിസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ, അത് വേണ്ട എന്നുള്ളതല്ല, വളരെ വ്യത്യസ്തമായ അഭിപ്രായം തൊഴിലാളി വർഗത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട്, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നതെന്ന് പറയുന്ന ഒരു ശൈലി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഉള്ള ഒരു സമ്മേളനമല്ല ഇപ്പോൾ നടക്കുന്നത്. പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച്, വാർത്തകൾ വരുന്നതനുസരിച്ച് അടിമുടി മാറ്റമുണ്ടാകും. അത് കേരള കാരണം ആകപ്പാടെ ഭരണമുള്ളത് കേരളത്തിലാണ്. അത് മൂന്നാം ഊഴവും കൂടി നിലനിർത്തുന്നതുമായി ബന്ധപ്പെടുത്തി വികസനം എന്ന് പറയുന്നതിൻ്റെ മൂർത്തിഭാവത്തിലേക്ക് പോവുക
പ്രത്യേകിച്ച് അത് വൻകിട വികസനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ളവരുടെ ആശങ്ക, അല്ലെങ്കിൽ നമ്മളെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്, കേരളത്തിലെ കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയിട്ടുള്ള മേഖലകളെ കുറിച്ച് ചർച്ചയുണ്ടാകുമോ? അവരുടെ പുരോഗതി എന്താണ്? തീരദേശ മേഖലയുടെ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തീരദേശ മേഖലയെ എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യുന്നത്? മത്സ്യമേഖലയൊക്കെ, ആദിവാസികളുടെയും പട്ടികജാതി പട്ടികവർഗക്കാരുടെയും കാര്യങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുക? സ്ത്രീകളുടെ ഇവിടെ സ്കീം തൊഴിലാളികൾ എന്ന് പറഞ്ഞ് നാമമാത്രമായ തുകയ്ക്ക് പ്രവർത്തിക്കുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ഒരു സ്വാഭിമാനം ഉള്ളതുകൊണ്ട്, ഒരു അഭിമാന ബോധമൊക്കെ ഉള്ളതുകൊണ്ട്, സർക്കാരിൻ്റെ പണം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. തൊഴിലുറപ്പ് പദ്ധതിയിൽ 300-350 രൂപയാണ് കിട്ടുന്നത്. അഗ്രഹാരത്തിലെ ബ്രാഹ്മണ സ്ത്രീകളാണ്, ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല, അവരൊന്നും അങ്ങനെ സാധാരണ ജോലിക്ക് പോകുന്നവരല്ല, പക്ഷെ ബ്രാഹ്മണ സ്ത്രീകൾ അടക്കം തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകും. സർക്കാരിൻ്റെ തൊഴിലാളി വേതനം വാങ്ങാൻ ക്യൂ നിൽക്കും. അതേസമയം 1000 രൂപ, 1500 രൂപയ്ക്ക് ബംഗാളികളോ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇവിടെ വന്ന് ചെയ്യുന്ന അതേ തൊഴിൽ, തൊഴിലുറപ്പുകാർ ചെയ്യുന്ന സെയിം അതേ തൊഴിൽ സ്വന്തം ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ വിളിച്ചാൽ ഇവർ പോകില്ല. ഇവിടെ 350 രൂപ കിട്ടുമ്പോൾ അപ്പുറത്ത് 1000 രൂപ കിട്ടും, അല്ലെങ്കിൽ 1500 രൂപ കിട്ടിയാലും പോവുകയില്ല. കാരണം അത് വേറൊരു അഭിമാന ബോധമാണ്. മറ്റൊരാളിന് വേണ്ടി സ്വകാര്യമായി ഒരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഗവൺമെന്റിൽ ചെയ്യുമ്പോൾ വേറെ അഭിമാന ബോധം. അങ്ങനെയുള്ള ഒരു ദുരഭിമാന ബോധത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമായി നിൽക്കുമ്പോൾ സ്കീം തൊഴിലാളികൾ ധാരാളമായി, പ്രത്യേകിച്ച് വനിതകളാണ് ധാരാളം, സ്വകാര്യ മേഖലയിൽ ഒക്കെയുള്ള വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമോ? അതോ വൻകിട റോഡുകളും പാലങ്ങളും വൻകിട വിമാനത്താവളങ്ങളും വൻകിട സംവിധാനങ്ങളും അതിലൂടെ നടക്കുന്ന പുതിയ ചൂഷണത്തിൻ്റെ രീതികളാണോ, കോർപ്പറേറ്റ് ചൂഷണത്തിൻ്റെ രീതികളാണോ ഇനി വരിക? ഇത് വളരെ ഗൗരവമായ ഒരു ചർച്ചയാണ്. അപ്പോൾ കനൽ ഒരു തരി മതി എന്ന് പറയുന്നത് കനൽ കെട്ടുപോയോ എന്ന് അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസ്സിൽ ഇനി എത്ര കണ്ട് നടക്കുമെന്നറിയില്ല. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ പേരും അടയാളവും കൊടിയുമൊക്കെ ഇത് മതിയോ, അതിനേക്കാൾ കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളത് ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടിയായി ഇത് മാറുന്നതല്ലേ നല്ലത്? ഇത്തരത്തിലൊരു ചർച്ച ഒരു ഘട്ടത്തിൽ CPM-നകത്ത് തന്നെ ആഭ്യന്തരമായി നടന്നിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും ഇന്നത്തെ നിലയിൽ ഒരു വിപ്ലവ പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ എത്ര കണ്ട് ഇതിന് ആയുസ്സുണ്ട് എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു സാമൂഹ്യ വിഷയമാണ്. മധുര സമ്മേളനം കൂടെ കഴിയട്ടെ, എന്താണ് നിലപാടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.